ഹേ ഗായ്സ്, ഹൈലൈറ്റ്സ് കണ്ട പോലെ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് ഒരു ട്രിപ്പ് ടു ഊട്ടിയാണ്. ഊട്ടിയിൽ ശരിക്കും നമ്മളിൽ പലവർക്കും അറിയാത്തതായിട്ടുള്ള എൻജോയ് ചെയ്യാൻ പറ്റുന്ന 2-3 സ്പോട്ടുകളുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്പോട്ട് മിസ് ചെയ്യാണ്ട് മനസ്സിലാവും. നിങ്ങൾ അടുത്ത ട്രിപ്പ് പോകുമ്പോൾ ഉറപ്പായിട്ടും ആ സ്പോട്ടുകളൊക്കെ ചൂസ് ചെയ്യും. നമ്മൾ വീട്ടിൽ നിന്ന് പുലർച്ചെ 5:30 കേട്ടോ പുറപ്പെട്ടത്. നമ്മുടെ ഫാമിലിയുള്ള എല്ലാവരും ഉണ്ട് ട്രിപ്പിന്. പോകുന്ന വഴി ഒരു നല്ല റെസ്റ്റോറന്റ് കണ്ടപ്പോൾ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. നല്ല മൊരിഞ്ഞ നെയ്റോസ്റ്റും നല്ലൊരു കാപ്പിയും. അപ്പൊ ബാക്കി സഞ്ചരിക്കാനുള്ള എനർജി ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പോവല്ലേ? പോകുന്ന വഴി തമിഴ് ലാംഗ്വേജ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. സോ നമ്മൾ ഊട്ടിയിലേക്ക് എത്താൻ ഏകദേശം ചുവടുകൾ വെച്ചു എന്ന് വിചാരിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ട്രിപ്പില് പിള്ളേരെക്കാൾ കൂടുതൽ ആക്റ്റീവ് മുതിർന്നവരാണ്. ഇത്തവണത്തെ ട്രിപ്പിൽ എല്ലാവരും ഉണ്ട്. എൻ്റെ പാരൻസ്, പാപ്പമാര്, മേമമാര്, ആൻറ്റി, അമ്മൂമ്മ, പിന്നെ കസിൻ കുട്ടി പട്ടാളങ്ങൾ എല്ലാവരും. ഇപ്പൊ നമ്മള് ഇങ്ങനെ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കണം. അതിന്റെ ഒരു കൂളും നല്ല തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ ഊട്ടി ട്രിപ്പ് പോകുമ്പോ ചെറുതായിട്ട് ഈ തണുപ്പ് ഇങ്ങനെ വരാൻ തുടങ്ങുമ്പോ മനസ്സിൽ എന്തോ ഹിമാലയത്തിലോട്ട് പോകുന്നൊരു സന്തോഷാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഊട്ടിയിൽ എത്തി. ഇവിടെ എത്തിയതും നമ്മൾ കണ്ടത് ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ്. യെസ്, ഇതാണ് നമ്മുടെ റിസോർട്ട്, യാന്ത്ര ലഷേഴ്സ്. ഫ്രണ്ടിൽ എന്നെ കാണാനായിട്ട് ഇത്ര ഭംഗിയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ റിസോർട്ടിന്റെ ഉൾഭാഗം കാണാം. ഈ ഊട്ടിയിലെ തണുത്ത ക്ലൈമറ്റും ഈ റിസോർട്ടിന്റെ ഭംഗിയും എല്ലാം കൊണ്ട് എന്താ പറയാ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫീൽ ആയിരുന്നു. പോകുന്ന വഴിയിൽ തന്നെ നല്ല നല്ല പൂക്കളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ റിസോർട്ടിന്റെ ഒരു ഫുൾ വ്യൂ കാണിച്ചു തരാം. ഈ റിസോർട്ടിന്റെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കളിക്കാനായിട്ട് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. വീഡിയോ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. വലിയവർ പോലും ഈ ചെറിയ സ്ലൈഡിലൊക്കെ ഇരുന്ന് ആർമാദിക്കുകയാണ്. അടുത്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അറിയ പോലുമില്ല. പിന്നെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും വൈബ് അടിക്കാൻ മെനക്കെട്ട് വന്ന പോലെ ആയതുകൊണ്ട് നമ്മുടെ ട്രിപ്പും ഉഷാറായി. ഇതാണ് കേട്ടോ നമ്മുടെ റൂംസ്. ഇവിടുന്ന് പുറത്തോട്ടുള്ള വ്യൂ കാണാനും നല്ല ഭംഗിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടിയിൽ വന്നപ്പോൾ പുതപ്പ് മൂടി കിടന്നിട്ടുള്ള എന്നെയും എൻ്റെ ഫാമിലിനൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത്തവണ അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിരുന്നു. ഒരാൾ പോലും റൂമിൽ പുതച്ചുമൂടി കിടക്കണമെന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഒരേ പൊളി. ഈ തണുത്ത ക്ലൈമറ്റിൽ തണുത്ത ഐസ്ക്രീമും ഗുലാം ജാമും, ഓഹ്, ഇതിൻ്റെ ഫീൽ ഒന്ന് വേറെ തന്നെയായിരുന്നു. ഇതിനൊക്കെ ശേഷം നമ്മുടെ കുട്ടിക്കാലത്തെ ഐസ് ആൻഡ് വാട്ടർ എന്ന് പറയുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. അത് നമ്മൾ എല്ലാവരും കൂടിയിട്ട് കളിച്ചു. കുറച്ചൊന്ന് പ്രോത്സാഹിപ്പിച്ച നമ്മുടെ അമ്മമാരും ഇതിനൊക്കെ തയ്യാറാണെന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലായി.
ഇവരൊക്കെ ഇങ്ങനെ ഓടിക്കളിക്കുന്നത് കണ്ടിട്ട് കാലങ്ങൾ കുറേ, അതിന്റെ സന്തോഷമൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മളെല്ലാവരും നല്ല ടയേർഡാണ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. റിസോർട്ടുകാർ അറേഞ്ച് തന്നിട്ടുള്ള നല്ല ചൂട് ചിക്കൻ ബിരിയാണിയും ചില്ലി ചിക്കനൊക്കെ ആയിരുന്നു ഇന്നത്തെ ഫുഡ്. നല്ല തണുപ്പിലിരുന്നിട്ട് ഈ ചൂടും സ്പൈസി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ അടുത്ത ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ക്യാമ്പ് ഫയർ ആണ്. ഈ ഊട്ടിയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത തണുപ്പായിരിക്കും രാത്രിയിൽ. അല്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും പറഞ്ഞേ ഉള്ളൂ. ആ തണുപ്പിൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി തന്നെയാണ് ക്യാമ്പ് ഫയർ. ഈ ക്യാമ്പ് ഫയറിന്റെ ഇടയ്ക്ക് തന്നെ അവർ ഫുഡൊക്കെ അപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. നമ്മൾ ഡാൻസ് കളിക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ഫുഡും കഴിക്കുന്നു. നല്ല രസമായിരുന്നു. ഓൾമോസ്റ്റ് ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഡേ 1 വ്ളോഗ്. ഡേ 2 വ്ളോഗിൽ ഒരു അടിപൊളി സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ട്രക്കിങ്ങിനൊക്കെ പോയതായിട്ടുള്ള കുറേ വിശേഷങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അത് ഞാൻ അടുത്ത വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.